സൂക്ഷിച്ചു കൊണ്ടുവെക്കടോ. ആ വേഗം ആവട്ടെ. ആ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടല്ലോ. ആ വണ്ടി വിട്ടോ. പോട്ടെ പോട്ടെ പോട്ടെ. എന്റെ കർത്താവേ, ദേ ആ മഞ്ഞ ചുരിദാറ്. ആൽബി, നാളത്തെ ഓർഡർ അറിയാലോ. 3000 പേർക്കാ. ആ ജോണിയോട് സെക്കൻഡ് ഷിഫ്റ്റ് കൂടി വർക്ക് ചെയ്യാൻ പറ്റും സാർ. ആൽബി, ദാ പെണ്ണ് വന്നിട്ടുണ്ട്. ഏത് പെണ്ണ്? ഹാൻസി, നിന്നോട് പ്രേമം പറയാനുള്ള വരവാ. നീ ഇങ്ങോട്ട് വന്നേ വന്നേ. യെസ്, മലബാർ കാറ്ററിംഗ് സർവീസ്. അതെ അതെ അതെ, ഫുഡിന്റെ കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഞങ്ങൾ തന്നെയല്ലേ തോമസ്? അതെ. ഓണമായാലും വിഷുവായാലും ആഘോഷങ്ങൾ എന്ത് തന്നെയായാലും കലണ്ടർ അല്ല കാറ്ററിംഗ്, മലബാർ കാറ്ററിംഗ് സർവീസ് തന്നെ. ഇയാളെന്താ ഇവിടെ? ഞാനെന്ന് പറഞ്ഞില്ലേടി ഓർഡർ എത്രയായാലും വരൂ, ഇരിക്കൂ. അതെ അതെ അതെ, എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് കൊടുത്തേക്കാറുള്ളൂ. എന്റെ നാവിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റും ഇന്നേ വരെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, അല്ലേ തോമസ് ഏട്ടാ? അതെനിക്കൊരു പുതിയ അറിവാ. എന്നാ പിന്നെ ഞാൻ തിരിച്ചു വിളിക്കാം. അതെ, കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഇവിടെ ചിക്കൻ സൂപ്പ് ഉണ്ട്, മോരുണ്ട്, രസമുണ്ട്. ഒരു ഗ്ലാസ് സാമ്പാർ എടുക്കട്ടെ? ഒന്നും വേണ്ട. പിന്നെ ഡൽഹിന്ന് മുലായ സിംഗ് യാദവ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിന്നറിന്. ഒന്നും ഉണ്ടായിരിക്കുന്നു കേട്ടോ. പറഞ്ഞോളൂ. അത് നാണം വേണ്ട, പറഞ്ഞോളൂ. അത് ചിക്കൻ ബിരിയാണി വേണം. ചിക്കൻ ബിരിയാണിയാ? അതെ, ചിക്കൻ ബിരിയാണി. അപ്പൊ പ്രേമം പറയാൻ വന്നതല്ലേ? പ്രേമോ? സോറി, പുള്ളിക്ക് ലേശ സുഖമില്ലാത്ത ആളാ. ഞാനാണ് ഈ കമ്പനിയുടെ ഡയറക്ടർ ആൽബി. ഓ, എത്ര ബിരിയാണിയാണ് വേണ്ടത്? പറഞ്ഞോളൂ. 100. നാളെ വൈകിട്ട് സെന്റ് മേരീസ് ഹോസ്റ്റലിൽ എത്തിക്കണം. ഈ കുട്ടിയുടെ കല്യാണം അല്ല, ഞങ്ങളുടെ മാഡം റിട്ടയർഡ് ആയി പോകുന്നതിന്റെ സെന്റർ. ഞാൻ പറഞ്ഞില്ലേ, അഡ്വാൻസ് എന്തെങ്കിലും? എടാ, ഇത്ര അടുത്ത് കിട്ടിയിട്ട് നിനക്ക് അവളോടൊന്നും പറയാനില്ലേ? ഈ സമയത്തോ? എന്താ രാവിലെ 10:50 ഒന്നും പറയാൻ പാടില്ലേ? വാ പൊളിച്ച് നിൽക്കണ്ട, അവളോട് ഇഷ്ടമാണെന്ന് പറയടാ. ഞാൻ എങ്ങനെ പറയാ? ഐ ലവ് യു എന്ന് പറയ്. എനിക്ക് പറഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ, എനിക്ക് ആൻസിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പ്ലീസ് ഒരു ഈ വിവാഹത്തെ കുറിച്ച് കുട്ടിയുടെ കൺസെപ്റ്റ് എന്താ? അല്ല, അത് ഏതായാലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ, അതുകൊണ്ട് ഞാൻ എന്തായാലും കഴിക്കാൻ തീരുമാനിച്ചു. അതിന് ഞാനെന്ത് വേണം? അയ്യോ, കുട്ടിയൊന്നും വേണ്ട. പിന്നെ ഈ കല്യാണം എന്ന് പറയുമ്പോൾ ഒരു വിവാഹം വേണമല്ലോ. വിവാഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് പിന്നെ ഇതേ കാറ്ററിംഗ് സർവീസ് ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കാറ്ററിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് പിന്നെ ഇതാണോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല, ഇതല്ല ശരിക്കും. കുട്ടിക്ക് എത്ര ബിരിയാണി വേണമെന്നാ പറഞ്ഞത്? 100 തന്നെയല്ലേ ആ കുട്ടി പറഞ്ഞത്? മോളെ, ദേ ഇവന് മോളെ ഇഷ്ടാ. മോൾക്ക് ഇവന് ഇഷ്ടാണെങ്കിൽ വീട്ടുകാരുമായി ആലോചിച്ച് വിവാഹം നടത്താൻ ഞങ്ങൾ ഒരുക്കാം. മോളെ എന്ത് പറയുന്നു? അയ്യോ, അത് പിന്നെ പെട്ടെന്ന് ഞാൻ വീട്ടില് മതി. വീട്ടുകാരോട് ചോദിച്ചിട്ട് മതി. അതാണ് കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളുടെ ലക്ഷണം. എന്നാ പിന്നെ മോള് പോയിക്കോ. ഒരു പെണ്ണിനോട് ഐ ലവ് യു എന്ന് പറയാൻ ധൈര്യമില്ലാത്ത നീയൊക്കെ എന്ത് കാമുകനാടാ. ഇതിലും ഭേദം നിന്റെ അപ്പനാ. നീ എന്തോന്നും പറയാത്തത്? നിനക്ക് അയാളെ ഇഷ്ടായില്ലേ? ഇഷ്ടമായി, പക്ഷെ ഡാഡിയോട് ഇതെങ്ങനെ പറയും? മോളെ, ഡാഡിയെ പേടിച്ച് നീ ഈ കാര്യം പറയാതിരുന്ന പിന്നെ ഡാഡി കൊണ്ടുവരുന്ന വല്ല പട്ടാളക്കാരനെ കല്യാണം കഴിച്ച് നീ വല്ല കാശ്മീരിലേക്കോ പഞ്ചാബിലേക്കോ ഒക്കെ പോണ്ടി വരും. എന്താ വേണ്ടെന്ന് നീ ആലോചിക്കേ. എനിക്ക് ആകെ പേടിയാവുന്നു. എന്തിന്? ഇത് നിന്റെ കല്യാണോ? ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ആൽബിയെ കുറിച്ച് ഡാഡിയോട് പറയാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ നിന്റെ ആങ്ങളയുടെ കാര്യം പറ. ഞാൻ നിന്റെ കൂടെ വന്നതല്ലേ, സോറി. ഇവനെ ഞാൻ അറിയുമല്ലോ. ദൈവമേ, ചിട്ടിക്കാരൻ. എന്റെ കുഞ്ഞെ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എന്താ കാര്യം? ആ ചിട്ടിക്കാരൻ ഗുണ്ടകളുമായിട്ട് നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട്. ഇതിലാരൊക്കെ ആൽബി? ആരാ ആൽബി എന്ന്? ഞങ്ങൾ രണ്ടുപേരും ആൽബികളല്ല. പിന്നെ ആൽബി മരിച്ചുപോയി. ഞാൻ ആൽബി. എന്താ കാര്യം? ഞാൻ ടോണി, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ്. അപ്പൊ അവൻ ചിട്ടിക്കാരനല്ലേ? എന്തായാലും അവൻ എന്നെ മനസ്സിലായില്ല. ഭാഗ്യം. ഇവിടെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ വന്ന എന്റെ പെങ്ങളോട് ഇഷ്ടമാണെന്ന് നിങ്ങൾ പറഞ്ഞു. ഓ, ആൻസിയുടെ ആങ്ങളെയാണല്ലേ? അല്ല, ആൻസി എന്റെ പെങ്ങളാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം?
അവൾ വെറും പുറംപോക്ക് ഭൂമിയാണെന്ന് നിങ്ങൾ കരുതിയോ? എന്റെ പെങ്ങളുമായിട്ട് വെറുതെ പോക്കുവരവ് നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കരമടച്ച രസീത് ഞാനങ്ങ് തരും. ടോണി തെറ്റിദ്ധരിക്കുന്ന പോലെ ഒന്നുമില്ല. ഒരു വിവാഹമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കച്ചവടമോ? നിങ്ങൾക്കറിയോ, അവളൊരു വിവാഹം കഴിച്ച് കാണണമെന്നുള്ളതാണ് എന്റെ ഏറെ നാളത്തെ ആഗ്രഹം. ഇവരൊക്കെ ബ്രോക്കർമാരാ. കല്യാണത്തിന്റെ വാസ്തു ബ്രോക്കർമാരാ. ഞങ്ങൾ ചാലക്കുടിയിൽ 2000 രൂപയുടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബ്രോക്കർ ഫീസായ 600 രൂപ വാങ്ങാൻ പോകുന്ന വഴിയാ. അതിനാൽ ഇന്ന് സമയമല്ല, നമുക്ക് ഈ കച്ചവടത്തെ കുറിച്ച് നാളെ വിശദമായിട്ടൊന്ന് സിറ്റിംഗ് നടത്തണം. ഓഹോ, അതിനെന്താ, ഞാൻ അപ്പനുമായിട്ട് അങ്ങോട്ട് വരാം. ശരി, ആയിക്കോട്ടെ. ഈ തരിശു ഭൂമി കൊടുക്കാനുള്ളതാണോ? മുഴുവൻ പാറയാ. പുല്ല് വളരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പനെ ഇപ്പഴേ കാണിക്കണോ? എന്താ കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്തത്? എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഇവിടെ ഇരുന്നാൽ ചിരി സഹിക്കാൻ പറ്റൂല. ഞാൻ മാറിയിരിക്കാം. സോറി. എന്തിന്? മോളുടെ ഏട്ടൻ ചിരിച്ചു എന്ന് കരുതി ഞങ്ങൾക്കൊരു വിഷമമില്ല. പേടി മോള് ചിരിക്കൂന്നായിരുന്നു. പിന്നെ കുഞ്ഞങ്ങനെ ഒരു ശബ്ദം എടുത്തിട്ടുണ്ടേ, മുതലാളിയെ നോക്കി ചിരിക്കുന്ന പെണ്ണിനെ കിട്ടില്ല. ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് രൂപം കൊണ്ടല്ലല്ലോ, പെരുമാറ്റത്തിലല്ലേ. പിന്നെ നമ്മുടെയൊക്കെ ഈ രൂപത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? മോള് മിടിക്കുക. ഇവന്റെ ചില പിടിവാശികളാണ് എന്റെ രൂപത്തെക്കുറിച്ച് ഓർത്ത് പലപ്പോഴും എന്നെ സങ്കടപ്പെടുത്തുന്നു. ഏതായാലും ഇനി അതുണ്ടാവില്ല. എന്റെ മരുമകളായിട്ട് മോളെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു. മാറ്റി തരാവേ. മാറിക്ക് ചേട്ടാ, കമ്പി താഴെയിടറാ. കുഞ്ഞുമോനെ കമ്പി താഴെയിടറാ. ഞാനാ പറയണ കമ്പി താഴെയിടറാ. കുഞ്ഞുമോനെ ഞാനാ പറയണേ. നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇതെന്താ ഗുഹയാ? അയ്യോ, കറണ്ടും പോയോ? അപ്പാ, ഞാനിപ്പോ ഇവിടെ കണ്ടതാണല്ലോ, പിന്നെ എവിടേക്ക് പോയേ? എന്തൊരു നാറ്റം. അതെ, വല്ലപ്പോഴും നൈറ്റേക്ക് ഒന്ന് കഴിയട്ടൂടെ? പോലീസ് പിടിക്കാൻ പറ്റും. ചേച്ചി ചേച്ചി എനിക്കെന്താ? എനിക്കെന്താ? ഒരാളെ പിടിക്കാൻ വരുമ്പോ ഹലോ ഹലോ എന്ന് പറഞ്ഞു നിൽക്ക. എന്നെ തുറന്നു വിടാൻ. ഇതെടുത്ത് മാറ്റ്. എനിക്ക് പോണം. എന്നെ രക്ഷിക്കണേ. അപ്പനെവിടെ?
കുഞ്ഞു ഉറക്കത്തിലാണല്ലോ. നിന്റെ അതേ ഛായ. ഇനി ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് ഈ കുഞ്ഞിന്റെ മാമോദിസ്യം പേരുടെ കർമ്മവും നീ തന്നെ നടത്തണം. ഇത് നിന്റെ കടിഞ്ഞൂൽ കുഞ്ഞാണെന്ന് കരുതിയാ മതി. ഒന്ന് പിടിച്ചേ. എന്നിട്ട് വേണം എന്റെ കയ്യിലിരുന്ന് മൂത്രമൊഴിക്കാൻ. അപ്പനെ സ്നഗ്ഗി ഉടുപ്പിച്ചിട്ടുണ്ടോ? ഒരു സേഫ്റ്റിക്ക് വേണ്ടി 2 ഉടുപ്പിച്ചിട്ടുണ്ട്. അല്ലേ? ഞാൻ പിടിച്ചോളാം. തൊട്ടിലെ മോളില്